എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അമ്മയും വല്യമ്മച്ചിയും ഒക്കെ തയ്യാറാക്കിയിരുന്ന കിടിലൻ ടേസ്റ്റിലുള്ള ഒരു അയലക്കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ശരിക്കും അപാര രുചിയുള്ളൊരു അയലക്കറിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 1 കിലോ അയല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 3 അയലയാണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് 2 3 ആയിട്ട് മുറിച്ച് നമുക്കൊന്നുകൂടെ കഴുകിയെടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. അപ്പോൾ ഒരു സവാള, 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുന്നതിനായിട്ട് വയ്ക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലകൾ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കണം. പണ്ട് നമ്മളിതെല്ലാം അരകല്ലിൽ അരച്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളങ്ങനെ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്കിത് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ടിതൊന്ന് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് അതോടെ ചേർത്തൊന്ന് വഴറ്റി, ഒരു സവാള അരിഞ്ഞത് നമുക്ക് ചേർക്കാം. ഇതിന് പകരം ചുവന്നുള്ളിയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാൻ സവാള എടുത്തതേ ഉള്ളൂ. അപ്പോൾ സവാളയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കൊരു 3-4 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇനി ഉപ്പുകല്ലാണ് നമ്മൾ ചേർക്കുന്നത്. കല്ലുപ്പ് ചേർക്കണം. ഒരു 2 ടീസ്പൂൺ കല്ലുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ മസാലയില്ലേ, മുളക് പൊടിയെല്ലാം കൂടെ, അപ്പോൾ ഇങ്ങനെ കുതിർത്ത് ഇത് വഴറ്റി ചേർക്കുമ്പോഴത്തേക്ക് നല്ല പ്രത്യേക ഒരു സ്വാദാണ്. നന്നായിട്ടിത് മൂക്കുകയും ചെയ്യും, കരിഞ്ഞു പോകാതെ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇത് വഴറ്റണം. 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആ ബൗളിലേക്ക് ചേർത്ത് അതുകൂടെ ഇതിൽ ചേർത്ത് ആ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് വീണ്ടും തുടരെ ഇളക്കി മസാലയുടെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറുന്നത് വരെ വഴറ്റണം. എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടിത് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പച്ചമാങ്ങ കഴുകി വൃത്തിയാക്കി തൊലിയോടെ നമ്മൾ മുഴുത്ത കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് പച്ചമാങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് കുടംപുളിയൊന്നും ചേർക്കുന്നില്ല, പച്ചമാങ്ങ ചേർത്താണ് ഇത് കറി വെക്കുന്നത്. അപാര രുചിയുള്ളൊരു മീൻ കറിയാണിത്. മാങ്ങ കഷ്ണങ്ങൾ ചേർത്തൊന്ന് ഇളക്കി നമ്മൾ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന അയല കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്തൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഒരു 2-3 തണ്ട് കറിവേപ്പില തണ്ടോടെ തന്നെ നമുക്കിതിന് മുകളിലേക്ക് ചേർക്കാം. അപ്പോൾ കറി തിളച്ച് തൂകാതെ ഇരിക്കും. നല്ലൊരു സ്വാദുമാണ്. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങും. നമുക്ക് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ അയല കഷ്ണങ്ങൾ വെന്ത് കിട്ടും. ഇടയ്ക്ക് മൂടി തുറന്ന് ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല സൂപ്പർ ഒരു നല്ല മണമാണ് വരുന്നത്. ഇനി അതിന് മുകളിൽ നമുക്കൊരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മീൻ കറി റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്